വില കുറച്ച് കൊടുക്കുമ്പോൾ ആളുകൾ സംശയം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ആക്സിഡന്റ് നിങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ 10,000 രൂപ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഈ മാസം തന്നെ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും. ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കും. ഒരു 30 രൂപ അടച്ച വണ്ടി ഇറക്കി കൊടുക്കും. ഇപ്പൊ നിലവിൽ ഒരെണ്ണുള്ളൂ അല്ലേ? ഒന്നേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും അതിന് മുകളിൽ ഒന്നുമില്ല. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇത് കൊടുക്കാമല്ലോ. 1 ഇയർ വാറന്റി കൊടുക്കാം. 3 ഫ്രീ സർവീസ്. 1 ഇയർ വാറന്റിയും ഫ്രീ സർവീസ് ഒക്കെ കൊടുക്കും. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാലോ. ലോൺ ഒരു 30 രൂപ അടച്ചാൽ നമുക്ക് പോട്ടെ 25 രൂപ അടച്ച വണ്ടി ഇത് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2018 വണ്ടി എപ്പോഴും സംശയമാണ്. 2018 വണ്ടി 30,000 കിലോമീറ്റർ അനക്കലില്ലേ എടുക്കല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ആള് ആ ഒരു ലെവലുള്ള യൂസിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു കിലോമീറ്റർ നമുക്ക് വണ്ടി കിട്ടാൻ കാരണം. അപ്പൊ നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്ന ഇവിടുത്തെ എല്ലാമായിട്ടുള്ള ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ധനേഷാണ്. നമുക്ക് ഈ ഒരു മാസം സ്റ്റോക്ക് ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാം. ഓ നമുക്ക് ചെയ്യാലോ. ഇപ്പൊ നിലവിൽ ബഡ്ജറ്റ് എത്ര വരുന്നത്? നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ 1 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെ നമുക്ക് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അതും നല്ല നല്ല വണ്ടികൾ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. മോശം വണ്ടികൾ ഈ ഒരു ഷോറൂമിൽ നമ്മൾ കയറ്റത്തില്ല. അത് പുറത്ത് കൊടുക്കും. നമ്മൾ നല്ല വണ്ടികൾ മാത്രം ഷോറൂമിൽ കയറ്റും, ഡിസ്പ്ലേ ഇടും, കസ്റ്റമർ കൊടുക്കും. അതെ, നല്ല വണ്ടികൾ കസ്റ്റമർ കൊടുക്കത്തുള്ളൂ, മോശം വണ്ടികൾ കസ്റ്റമർ കൊടുക്കത്തില്ല. മോശം വണ്ടികളിൽ ഈ ഷോറൂമിന്റെ പരിസരത്ത് അടുപ്പിക്കും. അതെ, അത്രയും. അതായത് ഒരു വണ്ടി നമ്മൾ കൊടുത്തു, കസ്റ്റമർ പിന്നെ വരണമെങ്കിൽ ആ വണ്ടി നല്ലതാവണ്ടേ? ഇല്ലാതെ കസ്റ്റമർക്ക് ഒരു കംപ്ലൈന്റ് വന്നാൽ കസ്റ്റമർ പിന്നെ കുഴപ്പമില്ല എനിക്ക് കംപ്ലൈന്റ് വന്ന് നിങ്ങളുടെ ഒരു വണ്ടി കൂടി വേണമെന്ന് പറഞ്ഞാൽ വരത്തില്ലല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നല്ല വണ്ടി കൊടുക്കും, കംപ്ലൈന്റ് ഇല്ലാതെ റീപ്ലേസ്മെന്റ് ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് കച്ചവടം കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെ, അതാണ് നമ്മൾ. അല്ലാണ്ട് ഒരു വണ്ടി എങ്ങനെയും ഒന്ന് ഒഴിവാക്കി പുറത്തേക്ക് ഇറക്കണം നല്ല കാര്യമില്ലല്ലോ. കച്ചവടം കിട്ടും, നിലനിൽപ്പ് വേണം. അതാണ് മെയിൻ ആയിട്ട്. പരിപൂർണ്ണ വിശ്വാസത്തോടെ കൂടി വാങ്ങാൻ പറ്റുന്ന 100ഓളം നല്ല ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകൾ അണിനിരത്തിയിട്ടുള്ള ഒരു ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ജില്ലക്കാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലകളാണ് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ. ഇവരാണ് നമ്മുടെ ചാനലിൽ തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പ്രവാസി സുഹൃത്തുക്കളാണ് നമ്മുടെ കൂടെ എന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവരുടെ നാട്ടിൽ പോയിട്ട് ഷോറൂം വീഡിയോ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഷോറൂമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിയായ സന്തോഷവും അതുപോലെ തന്നെ ആഹ്ലാദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നിൽക്കുന്ന ഷോറൂം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് നല്ലളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഈ ഷോറൂമിൽ നിലവിൽ ഒരു 100ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം തന്നെ ചെറുവാഹനങ്ങളാണ്, അതായത് സാധാരണക്കാർ തരുന്ന വാഹനങ്ങൾ. അതും പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. കാരണം 6 മാസം മുതൽ 1 വർഷം വരെ വാറന്റി കൊടുക്കുന്നുണ്ട്. മാരുതി വാഹനങ്ങളാണെങ്കിൽ 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ട് ഒരു ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് സഹകരണം തുടർന്ന് തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു ജില്ലയിൽ ഇത്രയും നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂം ഉണ്ടായിട്ട് നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷോറൂം വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു പരിസരത്തുള്ളവരാണെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഷോറൂം ഉള്ളത് ഇപ്പോഴും അറിയാത്തവരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ നിലവിൽ ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഉണ്ടല്ലോ, മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കവർ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കാണിച്ചു തരുന്ന വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നവരെ വൈകിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാരുതിയുടെ സ്വിഫ്റ്റ് റെഡ് കളർ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി പീസ് അല്ലേ? ഈ ഒരു വാഹനത്തിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2022 മോഡൽ വണ്ടി. 22 മോഡൽ വണ്ടി VXA ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 32,000 കിലോമീറ്റർ ആകെ റൺ ചെയ്യിച്ചിട്ടുള്ളൂ. 32,000 ജെന്യൂൻ കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? 4 ഡോർ പവറിന്റെ വരും. പിന്നെ 2 എയർ ബാഗ്, ABS, റിവേഴ്സ് ക്യാമറ ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, ഫോഗ് ലാമ്പ് കാര്യങ്ങളുണ്ട്, സെന്റർ ലോക്ക് ഉണ്ട്. എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 665 ആണ്. നെഗോഷ്യബിൾ ആണ്. പിന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്. അത്യാവശ്യം പവറും കാര്യങ്ങളും പുള്ളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഇറങ്ങുന്നത് 3 സിലിണ്ടർ ആണ്. ഇപ്പോഴും 4 സിലിണ്ടർ തന്നെ ആളുകൾ നോക്കുന്നത്. അതുപോലെ നോക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്ക് ഒരു 35 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ നമുക്ക് വണ്ടി കൊണ്ടുപോകും. ഏറ്റവും ചെറിയ ഡൗൺ അതായത് ഇപ്പം സ്വിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള വണ്ടിയാണ് റെഡ് കളർ. ഇതിന്റെ റെഡും ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ആ ഒരു ഇതിൽ ബ്ലൂവിനെക്കാളും കുറച്ചുകൂടി മാർക്കറ്റാണ് റെഡ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഇപ്പോഴും ആളുകൾ അന്വേഷിക്കുന്നത്. പറ്റിയ വാഹനമാണ്. ഇപ്പൊ നിലവിൽ ഒരെണ്ണുള്ളൂ അല്ലേ? ഒന്നേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും അതിന് മുകളിൽ ഒന്നുമില്ല. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇത് കൊടുക്കാമല്ലോ. 1 ഇയർ വാറന്റി കൊടുക്കാം. 3 ഫ്രീ സർവീസ്. 1 ഇയർ വാറന്റിയും ഫ്രീ സർവീസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800. 2023 വണ്ടി നിർത്തി. ആ ഒരു ലാസ്റ്റ് ഇറങ്ങിയത് ഈ ഒരു ഫേസിലാണ് വണ്ടി ഇറങ്ങിയത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ ഈ വണ്ടിക്ക് ഇല്ല. സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. 2020 മോഡൽ വണ്ടി. 2020 മോഡൽ 40,000 കിലോമീറ്ററിൽ സിംഗിൾ ഓണർ. ഏത് വേരിയന്റ്? ഇത് VXA ആണ്. പിന്നെ വണ്ടിക്ക് എയർ ബാഗ് കാര്യങ്ങൾ അതും വരും. എല്ലാം വരും. സെൻട്രൽ ലോക്കും കാര്യങ്ങളുണ്ട്. ടയർ ആണെങ്കിൽ നല്ല ടയറാണ്. വേറെ ആക്സിഡന്റോ സീറ്റ് കവർ ഒക്കെ നല്ല സീറ്റ് കവറാ. കോസ്റ്റ്ലി സാധനം തന്നെയാണ് കസ്റ്റമർ ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 3.35 ആണ് വില ഇട്ടേക്കുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷിയേഷൻ ഉണ്ടാവും. നമുക്ക് ചെയ്യാം.
ചെയ്യാൻ പറ്റും. ഇതിന് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാലോ. ലോൺ ഒരു 30 രൂപ അടച്ചാൽ നമുക്ക് പോട്ടെ 25 രൂപ അടച്ച വണ്ടി ഇറക്കാം. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇത് വാറണ്ടി ഉണ്ടല്ലോ, 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. മാരുതിയുടെ ബലേനോ ഏത് മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ വണ്ടി. 19 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ. ഏതാ വേരിയന്റ്? ഇത് ഡെൽറ്റ പെട്രോൾ മാനുവൽ. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്ററിൽ ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 6 മന്ത് വാറണ്ടി ഉണ്ടാവും, 3 ഫ്രീ സർവീസ്. ഡെൽറ്റ ആകുമ്പോൾ എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ എന്തായാലും വരും. പിന്നെ ഒരു കോസ്റ്റ് സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ടയർ കണ്ടീഷൻ അല്ലേ? ടയർ അടിപൊളി എല്ലാ കണ്ടീഷൻ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ പ്രൈസ് 570 ആണ് ഇട്ടേക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്, നമുക്ക് നോക്കിയിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റും. ഈ മാസം തന്നെ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും. ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കും. ഒരു 30 രൂപ അടച്ച വണ്ടി ഇറക്കി കൊടുക്കും. 30 രൂപയ്ക്ക് വണ്ടി ഇറക്കും. ഇത് കിയ കമ്പനിയുടെ കാരൻസ്. ഏതാ മോഡൽ വരുന്നത്? കാരൻസ് 2022 മോഡൽ പ്രസ്റ്റീജ് ഓപ്ഷൻ. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 11 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളാവും ചെറിയ മാറ്റം. അത്രേ ഉള്ളൂ. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കും. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ഇത് പ്രസ്റ്റീജ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും എല്ലാം എല്ലാ സംഭവങ്ങളും ഉണ്ട്. സൺറൂഫ് കാര്യങ്ങൾ ഉണ്ടാവത്തില്ല, ബാക്കി എല്ലാ ഓപ്ഷൻസ് അതിന് മുകളിൽ എല്ലാം വരുന്നുണ്ട്. ടയേഴ്സ് ആണെങ്കിലും ഓക്കെയാണ്. വണ്ടി മൊത്തത്തിൽ ഫിറ്റ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ വണ്ടികളൊന്നും ഷോറൂമിൽ ഇടത്തില്ല. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഇവർ തന്നെ ഇതിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ഓൾറെഡി കമ്പനി വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പം ഇനിയിപ്പോ അത് കമ്പനി വാറണ്ടി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാറണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. നിലവിൽ കമ്പനി വാറണ്ടി അവൈലബിൾ ആണ്. ചെറുവാഹനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു വാഹനമാണ് ഓൾട്ടോ കേട്ടൻ. ഇത് മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. BXi+ ആണ്. വേറെ ആക്സിഡന്റ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2018 വണ്ടി എപ്പോഴും സംശയമാണ്. 2018 വണ്ടി 30,000 കിലോമീറ്റർ അനക്കലില്ലേ എടുക്കല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ജെനുവിൻ കിലോമീറ്റർ ആണ്. ആള് ആ ഒരു ലെവലുള്ള യൂസിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു കിലോമീറ്റർ നമുക്ക് വണ്ടി കിട്ടാൻ കാരണം. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ് കാര്യങ്ങളുണ്ടോ, ABS ഉണ്ടാവും, റിവേഴ്സ് സെൻസർ ഉണ്ടാവും, സെൻട്രൽ ലോക്ക് കാര്യങ്ങളുണ്ടാവും. പിന്നെ സീറ്റ് കവർ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ. അത് 4 ടയറും പുതിയ ടയേഴ്സ് ആണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോ കിലോമീറ്റർ ഓടി വണ്ടി കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ യൂസ്ഡ് മേഖലയിൽ കിട്ടുന്നതിന്റെ ലെക്കാണല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞു ഇത് നമ്മൾ 330 ആണ് കൊടുക്കാട്ടേക്കുന്ന വില. 30 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ചെറിയ രീതിയിൽ ഡൗൺ പേയ്മെന്റ് അടിച്ച് വണ്ടി ഇറക്കാൻ പറ്റും. 2018 വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് 6 മാസം വാറണ്ടി കൊടുക്കാം. 6 മാസത്തെ ഫ്രീ സർവീസ് ഉണ്ടോ? ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് വാറണ്ടിയോട് കൂടി കൊടുക്കാം. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ വണ്ടി ഓടിച്ച് പഠിക്കാനാണെങ്കിൽ ശരി, ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ലോ ബഡ്ജറ്റ് കണ്ടീഷൻ വണ്ടി ആയിരിക്കണം. അതെ. എല്ലാവരും നോക്കണം വെച്ചാൽ ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും ഞാൻ എടുക്കുന്ന വണ്ടി നന്നാവണം. അതാണ് എല്ലാവരും നോക്കുന്നത്. അതായത് ഫസ്റ്റ് എടുക്കുന്ന ആൾക്ക് ലോ ബഡ്ജറ്റ് ആണ്, അതുപോലെ ബെൻസ് ആണ്. അപ്പൊ ആ ഒരു ലെവലിലായിരിക്കും കസ്റ്റമർ ട്രീറ്റ് ചെയ്യുക ഏത് വണ്ടിയാണെങ്കിൽ. സാധാരണക്കാര് എടുക്കുമ്പോൾ എന്തായാലും ലോ ബഡ്ജറ്റ് തരണമെങ്കിൽ അവരുടെ ബെൻസ് തന്നെ അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു കണ്ടീഷൻ വണ്ടി കൊടുക്കും. അതെ. ഇത് 2012 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ 2017 വണ്ടി എന്ന് പറയുമ്പോൾ ഈ മീറ്റർ കുറച്ചാണ്. ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. ഹിസ്റ്ററി പെർഫെക്റ്റ് ആണ്. അത് വണ്ടി കണ്ടാലും ഓടിച്ച് നോക്കിയാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതെ. വേണമെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്യാനും പറ്റും. പുറത്ത് കൊണ്ടുപോകാൻ എവിടെ വേണം ചെക്ക് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് എവിടെ വേണം ചെക്ക് ചെയ്യാനുള്ള അവസരം ഇവർ നൽകുന്നുണ്ട്. അതിനർത്ഥത്തിൽ വേറെ കള്ളത്തരങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് കമ്പനി എടുക്കുന്നതാണ്. അവർക്കറിയാം ഇത് തിരിച്ചു. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കംപ്ലൈൻസുകളുള്ള വണ്ടികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ കസ്റ്റമറോട് പറയും, സാർ എന്നെ കംപ്ലൈന്റുകൾ ഉണ്ട്, സാർ അത് നോക്കി കാര്യങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി, ഇല്ലെങ്കിൽ സാർ കൊണ്ട് കാണിച്ചോളൂ, ഇതൊക്കെ പറഞ്ഞിട്ട് വണ്ടി കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ, അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ അധികം ഇല്ല, പക്ഷെ എന്നാലും പോലും അങ്ങനെയുള്ള വണ്ടികൾ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ പറ്റ മോശമാണെങ്കിൽ അത് ഷോറൂമിൽ ഇടും ചെയ്യും. ഇല്ല. മോശമാണെങ്കിൽ ഇതിപ്പോ നല്ലൊരു വണ്ടി ആയതുകൊണ്ട് അവിടെ ഡിസ്പ്ലേ ഇട്ടേക്കും. നല്ല വണ്ടി 70,000 കിലോമീറ്റർ 2017 വണ്ടി എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ മതി. എത്ര കിലോമീറ്റർ വർഷമായിട്ട് പോലും ആ ഒരു കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതെ. പിന്നെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇനിയുണ്ട് 2.5 വർഷം പേപ്പർ ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് ഇത് 2011-12 വണ്ടി ആയതിനെ കൊണ്ട് തന്നെ ആ ഒരു ലെവൽ ഓടിയത് തന്നെ 1.25 നമ്മൾ വില ഇട്ടേക്കുന്നത്. 1.25. നമുക്കിപ്പോ മാക്സിമം ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വലിയ രീതിയിൽ കുറക്കാൻ പറ്റാത്തൊരു വണ്ടി ആയതുകൊണ്ടാണ് മാക്സിമം റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. എന്നെ പ്രിയ കാർ എന്നറിയപ്പെടുന്ന മാരുതിയുടെ വാഗനർ. ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാഹനം. അതും വാഗനർ നമുക്ക് ഓട്ടോമാറ്റിക് കൊടുത്താൽ ഓട്ടോമാറ്റിക് വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ കുറച്ച് റയർ ആണ് കിട്ടാൻ. മീൻസ് കസ്റ്റമേഴ്സ് അധികം കൊടുക്കുന്നില്ല. ഇപ്പൊ എക്സ്ചേഞ്ച് വരികയാണെങ്കിൽ അവർ പറഞ്ഞ് വണ്ടി ഇവിടെ നിൽക്കട്ടെ, എനിക്ക് വണ്ടി എക്സ്ചേഞ്ച് ഇല്ലാണ്ട് പുതിയ വണ്ടി എടുക്കാനാണ് ഞാൻ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഹോൾഡ് ചെയ്യുന്നത്. എടുത്തവർ കൊടുക്കുന്നില്ല. അത് മീൻസ് വണ്ടി അത്രയും കംഫർട്ടാണ്. ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നമുക്കൊരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഇപ്പം AGS എഞ്ചിൻ ആണെങ്കിലും AMT-ലാണെങ്കിലും ഗിയർ ബോക്സിൽ ചെറിയ ലാഗ് വരുന്നില്ല. പക്ഷെ ഇത് അതുണ്ടാവത്തില്ല. മീൻസ് വണ്ടി അത്രയും കംഫർട്ട് ആയിരിക്കും ഗിയർ ചേഞ്ചിങ്ങിനൊക്കെ. ഇത് 2019 മോഡലാണ്.
കിലോമീറ്റർ 18,000 കിലോമീറ്റർ വണ്ടി ഓടി. ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ക്വാളിറ്റി പീസ് ഓണർ സിംഗിൾ ഓണർ വണ്ടി. ഹിസ്റ്ററി ഞങ്ങളൊക്കെ ഹിസ്റ്ററി ഒക്കെ പക്ക വണ്ടി. 2019 ആയതുകൊണ്ട് തന്നെ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അല്ലേ VXI Plus. ഓക്കെ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും, എയർ ബാഗ് കാര്യങ്ങളുണ്ടാവും, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളും എക്സ്ട്രാ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇത് ചോദിക്കുന്ന പ്രൈസ് ഇത് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 4,85,000 രൂപ. 4,85,000. അത് നെഗോഷിയേഷൻ ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഈ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രസോ ഏത് മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ജെനുവിൻ കിലോമീറ്റർ ആണ്, 6 മാസം വാറണ്ടിയും കിട്ടും. 6 മാസം വാറണ്ടി. VXI ഓട്ടോമാറ്റിക്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? VXI പ്ലസ് ഓട്ടോമാറ്റിക് 5 ഇഞ്ച് സ്റ്റീരിയോ വരും. ടച്ച് ആയിരിക്കും വരും. ABS, എയർബാഗ്, കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് അലോയ്സ് വരുന്നുണ്ട്, ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അലോയ്സ് വരും. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചോദിക്കുന്ന പ്രൈസ് 4,55 വരെ നമ്മൾ ആസ്കിംഗ് ഉണ്ട്. ചെറിയ രീതിയിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഒരു ആക്സിഡന്റും ഇല്ല. മേജർ അല്ല, ചെറിയൊരു ആക്സിഡന്റ് പോലും നടന്നിട്ടില്ല. ഒന്നുമില്ല. അപ്പൊ ഇതിന് വാറണ്ടി ഉണ്ടാവല്ലോ? വാറണ്ടി ഉണ്ടല്ലോ, 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കും. ഇത് ഏത് മോഡൽ? ഇത് 2017 മോഡലാണ്, ഓട്ടോമാറ്റിക് VXI ആണ്, 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. മാരുതി സുസുക്കിയുടെ സെലേറിയോ സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? ഇത് 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതില് 4 ഡോർ പവറിന്റെ വരും, സ്റ്റീരിയോ വരും, സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളുണ്ട്, എല്ലാം വരുന്നുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഒരു 75-80% ടയറും കാര്യങ്ങളും. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മളിവിടെ 4,35 വില ഇട്ടേക്കുന്നത്. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടാവും. മാക്സിമം ലോൺ കയറി 30,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. 2017 വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് ഉണ്ടാവത്തില്ല, പക്ഷെ വാറണ്ടി കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. എഞ്ചിൻ, ഗിയർ ബോക്സ്, AC, പവർ സ്റ്റിയറിംഗിന് വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. വാറണ്ടി ഉള്ള ഒരു യൂസർ ആണ്. ഇത് ഹ്യുണ്ടായിയുടെ വെന്യൂ. അതെ അതെ. ഏതാ മോഡൽ വരുന്നത്? വണ്ടി 2019 മോഡലാണ്. 19 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ഷേ ഇത് ടർബോ എഞ്ചിനാണ്. ടർബോ എഞ്ചിൻ ആകുമ്പോൾ ശരിക്കും പറയാ എന്താണ്, വണ്ടീനെ കൊണ്ട് നമ്മൾ പോകണമെന്നാണ് പറയാ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നമ്മളെ കൊണ്ട് വണ്ടി പറക്കും. ആ ഒരു എഞ്ചിൻ പവർ ഉള്ള വണ്ടി. ടർബോ 1000 cc ടർബോ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത്രയും പവർഫുൾ ആയിരിക്കും. അതെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 75,000 ഓടിയിട്ടുള്ളൂ. നമുക്കൊരു ഓഫർ പ്രൈസിൽ ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 6,85,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെന്യൂ നമുക്ക് ഷോറൂമിൽ ഇറക്കി കൊണ്ടുപോകാം. SX ആണ്, സൺറൂഫ് കാര്യങ്ങളുണ്ട്, AC പവർ സ്റ്റിയർ, 4 ഡോർ പവറിന്റെ എയർ ബാഗ്, ABS, റിവേഴ്സ് ക്യാമറ, അലോയ് വീല് കാര്യങ്ങൾ ഉണ്ട്. ഫുൾ ടോപ്പ് ആൻഡ് വേരിയന്റ് എല്ലാം ഒരു കുടക്കയിൽ 6,85,000 രൂപ കൊടുത്താൽ ഇത് ഈ വിലക്ക് വേറെ എവിടെയും കിട്ടില്ല. ഇല്ല. നിങ്ങൾ 45,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വന്നാൽ മതി, ബാക്കി നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കാം. മാരുതിയുടെ ബലേനോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡലാണ് കേട്ടോ. 21 മോഡല്, 45,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി. ഇത് ഡെൽറ്റയാണ് വേരിയന്റ്. അതായത് 4 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, 2 എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് നമ്മൾ 6,10,000 രൂപയാണ് റേറ്റ് ഇട്ടേക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമുക്ക് വണ്ടി വന്ന് കണ്ട് സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടാവും. ഇതിന്റെ കൂടെ നമുക്കൊരു 10,000 രൂപ ആക്സസറീസ് ഓഫറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മാസം എടുക്കണമെങ്കിൽ 10,000 രൂപ ആക്സസറീസ്. 21 വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനം. സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, ഒരു അപാകത കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ എവിടെ വരുന്നത്? ഇത് കോഴിക്കോട് പോപ്പുലർ മാരുതി നല്ലോണം ഷോറൂം.